UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, പരിചയക്കുറവില്ലാത്ത അല്ലെങ്കിൽ അനുഭവ സമ്പത്തില്ലാത്ത മന്ത്രിമാരായൊന്നും അധികം പരിചയമില്ലാത്ത ആൾക്കാരാണ് കൂടുതലായും മന്ത്രിമാരായിട്ടുള്ളത് എന്നുള്ളത്. അതേപോലെ തന്നെ MLA-മാരൊക്കെ പുതിയ ആൾക്കാരുണ്ട് കുറെ. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഭരണം, ഇവരുടെ ഭരണം എത്രത്തോളം പോകും, ഓരോ മന്ത്രിമാരുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ മന്ത്രിസഭ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ ആണെങ്കിലും പക്ഷെ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഓരോ പുതിയ മന്ത്രിമാരും, അത് ആദ്യമായിട്ട് മന്ത്രിമാരാവുന്ന ആൾക്കാരുടെ പോലും പെരുമാറ്റവും അവരുടെ ഒരു വിനയവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, OJ ജനീഷിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും മാധ്യമപ്രവർത്തകരുടെ ആണെങ്കിൽ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരാണ് ഓരോന്നോരോന്ന് കുത്തി ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പോലും പൂർണ്ണമായും സംയമനം പാലിച്ചുകൊണ്ട് കൃത്യമായ ഉത്തരം നൽകുന്ന കാരണം ഒരു വിഷയത്തെ പറ്റി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളത് കൊണ്ട് അത് നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ് കാര്യങ്ങൾ. വെറുതെ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെയുള്ള പറയുന്ന പലരും പറയാറുള്ള പോലെ അതെനിക്കറിയില്ല, അത് ആലോചിക്കണം, അത് നോക്കണം, അതിനെപ്പറ്റി പഠിക്കണം, അങ്ങനത്തെ സംസാരമൊന്നും അല്ല പറയുന്നത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രിയാണ്. അപ്പൊ അത് കൂടാതെ വേറെ മന്ത്രിയായ PC വിഷ്ണുനാഥ്, കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥ് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ലേറ്റ് ആയിട്ട് എത്തിയപ്പം അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അവിടെ, മുതിർന്ന സംവിധായകനാണ്. അപ്പം സംവിധായകൻ ഇത്രയും നേരം, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ 2 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു എന്നാണ് മന്ത്രിയെ കാത്തിട്ട്. കാരണം 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ഓക്കെ, എന്നാലും മന്ത്രി എത്തുന്ന പറഞ്ഞപ്പോൾ ലേറ്റ് ആവും എന്നറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് അടൂർ വന്നാൽ മതിയായിരുന്നു ഒരു കണക്കിന്. പക്ഷെ എന്തായാലും 2 മണിക്കൂർ വേദിയിലെത്തി ഇങ്ങനെ ഇരിക്കുക, 2 മണിക്കൂർ മന്ത്രി വരുന്നവരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒരു മുഷിപ്പുണ്ടാക്കുന്നതാണ്. അപ്പൊ ആ കാര്യം, ആ ഒരു നീരസം അടൂർ പ്രസംഗത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തു, അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ അറിയിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ 2 മണിക്കൂർ വൈകിയാണ് വന്നത്, അങ്ങനെ ചെയ്തതിൽ ഒരു നീരസം പ്രകടിപ്പിച്ചു. പക്ഷെ അത് കേട്ടുകൊണ്ട് അടുത്തതായി പ്രസംഗിക്കാൻ വന്ന മന്ത്രി PC വിഷ്ണുനാഥ് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും പറഞ്ഞു കൊടുത്തു. അതാണ് അതിന്റെ ഒരു ശ്രദ്ധിക്കേണ്ടത്. കാരണം സാധാരണഗതിയിൽ നേരത്തെയുള്ള മന്ത്രിമാരൊക്കെ ആണെങ്കിൽ അതിന് കാര്യമായിട്ട് അതങ്ങ് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവായി പോകും, അല്ലെങ്കിൽ ആ പറഞ്ഞതിനോടൊരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു പണ്ടത്തെ ഒക്കെ മന്ത്രിമാർ. പക്ഷെ PC വിഷ്ണുനാഥ് വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയാൻ തയ്യാറായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അങ്ങനെ തയ്യാറായി. അപ്പം അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മനഃപൂർവ്വമല്ല വൈകിയത്, അത് കാരണം എല്ലാവരും അങ്ങനെ പറയുമല്ലോ, അതല്ല കാര്യം. അത് അങ്ങനെ പല പരിപാടികളുണ്ട്, ഓണത്തിൻ്റെതായതുകൊണ്ട് ഒരുപാട് പരിപാടികളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ലേറ്റ് ആയതാണ്, എന്തായാലും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു മന്ത്രിമാര് അങ്ങനെ പറയുന്നത് മാത്രമല്ല, അവർക്ക് ആ ഒരു പക്വത കാണിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF മന്ത്രിമാരൊക്കെ നാളെ നല്ല രീതിയിലല്ലേ പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ല, ഒരു മന്ത്രിസഭയെ വിലയിരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ. 3 മാസം എന്ന് പറയുന്നത് മന്ത്രിസഭയെ വിലയിരുത്താനുള്ള സമയമല്ല. കാര്യം ഇനി ചിലപ്പോൾ വിവാദങ്ങളിലൊക്കെ ഇവർ പെടാം. എന്നിരുന്നാൽ പോലും ആദ്യത്തെ 3 മാസം കോൺഗ്രസിലെ UDF-ലെ മന്ത്രിമാരൊക്കെ തന്നെ തെറ്റുകളൊക്കെ അംഗീകരിച്ച് തിരുത്താൻ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് വേണ്ടത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇഷ്ടവും താല്പര്യവും തോന്നുന്ന രീതിയിലേക്ക് മന്ത്രിമാർ അവരുടെ നിലപാടുകളായിക്കോട്ടെ, അവർ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. ഇതുവരെയും ഒരു മന്ത്രിയെ പോലും ഒരു ധാർഷ്ട്യം നിറഞ്ഞ മന്ത്രിയാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി സാംസ്കാരിക നായകരെന്ന് പറയുന്ന ആളുകൾ എല്ലായ്പ്പോഴും ഇടതുമുന്നണിക്കും LDF-നും ഒപ്പമായിരുന്നു. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് സാംസ്കാരിക നായകർ സർക്കാരിനെതിരെ തിരിയേണ്ട ഒരു സാഹചര്യം വന്നത്. നിൽക്കക്കള്ളി ഇല്ലാത്ത സാഹചര്യത്തിലാണ് സർക്കാരിനെ വിമർശിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഇനി ഉണ്ടാകും. സാംസ്കാരിക നായകരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, എല്ലാ ദിക്കിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടാകും. ആ വിമർശനങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതനുസരിച്ചായിരിക്കും ഒരു മന്ത്രിയുടെ ആകട്ടെ, ഒരു MLA-യുടെ ആകട്ടെ കഴിവ്, അവിടെ ആയിരിക്കും അവരെത്രത്തോളം നന്നായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കാണുകയാണെങ്കിൽ മുൻ മന്ത്രിസഭയുടെ കാലത്ത് പല സംഭവങ്ങളും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ ഈ സംഭവങ്ങളൊക്കെ ലേറ്റ് ആയിട്ട് വന്നതിന് പിണങ്ങി പോകുന്നു, അതിന് ദേഷ്യം പ്രകടിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് പ്രസംഗിക്കാതെ ഉദ്ഘാടനം ചെയ്തായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. പിന്നെ മൈക്കിനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നു, ഇങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് തവണ മൈക്കെന്ന് അവിടെ ഒരു പ്രശ്നമായിരുന്നു പിണറായി വരുന്നിടത്തൊക്കെ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പെരുമാറ്റവും, ഒരു മന്ത്രി, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുന്നിലാണ്, ജനങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഒറ്റയ്ക്ക് വീട്ടിലോ അങ്ങനെയാണെങ്കിലോ ഒക്കെ ഓക്കെ, ഇത് ജനങ്ങളുടെ മുന്നിൽ പെരുമാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം, ആ 2 മന്ത്രിസഭകളുടെ ഇടയിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു. അല്ല, ശരിയാണ്, വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തല്ല, ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ആശങ്ക ഉണ്ടായിരുന്നത്
പുതിയ ആളുകളെ ആദ്യമായി MLA ആകുന്ന ആളുകൾ മന്ത്രിയാകുന്നു, MLA ആയിരുന്ന ആളുകൾ തന്നെ മന്ത്രിയാകുന്നു. മുൻപ് മന്ത്രിയായ ആളുകൾ വളരെ കുറവാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്തും ഇതേപോലെ ആയിരുന്നു, പുതുമുഖങ്ങളായിരുന്നു മന്ത്രിയായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾ നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുമ്പോഴും പല മേഖലകളിലും വലിയ പരാജയം ഉണ്ടായതിന്റെ കാരണവും പുതുമുഖങ്ങൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചിന്തിച്ചത്, അയ്യോ പുതിയ ആളുകൾക്കൊക്കെ കോൺഗ്രസും അല്ലെങ്കിൽ UDF അവസരം നൽകുമ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അതേ അവസ്ഥ ഈ സർക്കാരിന് ഉണ്ടാകുമോ എന്നുള്ളത്. എന്തായാലും അത്തരം ഒരു അധപ്പതനത്തിലേക്ക് പോകില്ല എന്ന് തന്നെ കരുതേണ്ടി വരും, അല്ലെങ്കിൽ അത്തരം ഒരു അധപ്പതനത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തില്ല എന്ന് തന്നെയാണ് മന്ത്രിമാരുടെ പെർഫോമൻസിൽ നിന്ന്. ഇപ്പൊ PC വിഷ്ണുനാഥ് ആണെങ്കിലും, PC വിഷ്ണുനാഥ് MLA ആയിരുന്നു. അപ്പൊ അദ്ദേഹം മന്ത്രിയായി വരുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകൾ, കാര്യം എനിക്ക് ആദ്യം മുതലേ PC വിഷ്ണുനാഥ് മന്ത്രിയായപ്പോൾ വലിയ ആശങ്കയൊന്നും ഇല്ലാതിരുന്ന ആളാണ്. കാര്യം ഉമ്മൻചാണ്ടിയുടെ ശൈലി പിന്തുടരുന്ന ആൾ, ഉമ്മൻചാണ്ടിയാണ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. വിഷ്ണുനാഥ് എല്ലാ വേദിയിലും പാട്ടുപാടി ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന ഒരു രീതി, വിഷ്ണുനാഥൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ മന്ത്രിയായി വരുമ്പോൾ സംസ്ഥാനത്തിന് ഗുണമുണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവം പല രീതിയിലെടുക്കാം. വേണമെങ്കിൽ അതിന് മറുപടി പറയാതിരിക്കാം, മറിച്ച് വേണമെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ ശൈലി വെച്ചാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോവാം, അല്ലെങ്കിൽ പറയാം മന്ത്രിയല്ലേ, ഓണക്കാലമല്ലേ, തിരക്കുകളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. കാര്യം സ്വാഭാവിക നടപടിയാണ്, തിരക്കുകൾ ഉണ്ടാകും. ഏതെങ്കിലും ഒക്കെ ഒരു ചടങ്ങിൽ, അതിപ്പോ ഏത് മന്ത്രിയായാലും ഏതെങ്കിലും ചടങ്ങിൽ 2 മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ കൃത്യം 2 മണിക്ക് എത്താമെന്ന് കഴിയണമെന്നില്ല. അപ്പൊ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി അത് പറയാം. പക്ഷെ അതൊന്നുമല്ല വിഷ്ണുനാഥ് ചെയ്തത്. മാന്യമേ ആദ്യം അദ്ദേഹം ക്ഷമ ചോദിക്കാൻ തയ്യാറായി, എന്റെ ഭാഗത്ത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഇനി ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അത് മാത്രല്ല അടൂർ ഗുരുസ്ഥാനീയനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്റെ ഭാഗവും ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, കാരണം അടൂർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ വരാൻ പറ്റില്ല, എന്നാലും ഇത്ര സമയത്തുള്ളിൽ എത്തും എന്നറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെന്റ് അവിടെ നടത്താമായിരുന്നു. പക്ഷെ എന്നാലും എന്റെ ഗുരുസ്ഥാനീയനാണ് അടൂർ, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായി, ഞാൻ കൃത്യസമയത്തേക്ക് എത്തേണ്ടതായിരുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് ക്ഷമ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഓണം പരിപാടി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മന്ത്രിമാർക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. എല്ലാ പരിപാടിക്കും മന്ത്രിമാരെ ഉൾപ്പെടുത്തണം എന്നായിരിക്കും ഓരോരോ സംഘടകരുടെയും താല്പര്യം. അതിനനുസരിച്ച് അവർ മാക്സിമം ട്രൈ ചെയ്യും. പലതും ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ ഒരു പരിപാടിക്ക് ഇപ്പൊ ഒരു കൊല്ലത്ത് എവിടെയെങ്കിലും ഒരു ജില്ലയിൽ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൗണിൽ എത്തുകയാണെങ്കിൽ, ആ അടുത്തുള്ള പരിപാടികളൊക്കെ മന്ത്രി കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണല്ലോ പൊതുവേ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയും പല സമയത്തും ലൈറ്റ് ഉണ്ടാവും. ഒന്ന് ഇവിടെ വരെ കയറി പോകുക, 5 മിനിറ്റ് കൊണ്ട് ഇല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില പോകേണ്ട ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലേറ്റ് ആവുന്നത്. അപ്പോ അല്ല, മന്ത്രിമാർ ഇപ്പൊ എല്ലാ മന്ത്രിമാരും MLA ആണെങ്കിൽ പോലും ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ കൃത്യസമയത്ത്, അത് അവരുടെ കുറ്റമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും തിരക്കുകളാണ്, ഒന്നിലധികം, പ്രത്യേകിച്ച് ഓണം പോലെ ഒരു സമയത്ത് ഒന്നിലധികം പരിപാടികൾ ഉണ്ടാകും, നേരത്തെ ഏറ്റ പരിപാടികൾ ഉണ്ടാകും. ഇതിനൊക്കെ പോയി എങ്ങനെയെങ്കിലും ഒന്ന് മുഖം കാണിച്ചിട്ട് മാത്രമേ വരാനാകൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം തിരക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ പ്രധാനമായി കാണേണ്ടത് UDF സർക്കാരിന്റെ അല്ലെങ്കിൽ പുതിയ സർക്കാരിന്റെ ഏറ്റവും മികച്ച കാര്യമായി നമ്മൾ വിലയിരുത്തേണ്ടത് മന്ത്രിമാരൊക്കെ തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കാനും, ഇപ്പൊ പൊതുവേദിയിൽ തന്നെ അല്ലെങ്കിൽ തനിക്ക് സംസാരിക്കാൻ കിട്ടിയ സമയത്താണ് PC വിഷ്ണുനാഥ് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ CP ജോൺ, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരാമർശം നടത്തുന്നു. അത് സ്ത്രീ സമൂഹത്തിനെ വേദനിപ്പിച്ചു എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്പോട്ടിൽ തന്നെ എന്റെ ഭാഗത്ത് ഞാൻ ആരെയും ഇന്റൻഷൻ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒന്ന് ആരെയും അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സോറി പറയാമെന്ന് പറയുന്നു. മുരളീധരൻ ആരോഗ്യ രംഗത്ത് നിന്ന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയാണെന്ന് അംഗീകരിക്കുന്നു, ഇനി വീഴ്ചകൾ പറ്റാതെ നോക്കാമെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഒരു പ്രാവശ്യമല്ല, സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുമ്പോഴും പാമ്പിനെ കൊണ്ട് ലഹരിയുടെ കാര്യം പറയുമ്പോൾ അത് യൂസ്ഡ് അല്ലാത്ത വേർഡാണ്. പക്ഷെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ലഹരിയുടെ കാര്യം ഇൻഫർമേഷൻ തെറ്റാണ്. പക്ഷെ അത് പറയാൻ അല്ലെങ്കിൽ അതിൽ പിടിച്ച് ന്യായീകരിച്ചില്ല അദ്ദേഹം. അതിന് എന്റെ ഭാഗത്ത് നിന്ന് ആ തെറ്റ് എന്താണെന്ന് അംഗീകരിക്കുന്നു. മറുവശത്ത് ഇനിയിപ്പോ OJ ജനീഷ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ എന്റെ സ്റ്റാഫിന് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും നൽകേണ്ട ആവശ്യമില്ല, കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർ പെരുമാറേണ്ടത്. ഇതേ രീതിയിൽ തന്നെ തെറ്റുപറ്റിയാൽ മന്ത്രിമാരും MLA-മാരും പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാരാണെങ്കിലും അത് തിരുത്താൻ തയ്യാറാകണം. നമുക്കറിയാം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ബോഡി ഷെയ്മിങ് അടക്കമുള്ള പരാമർശങ്ങൾ നിയമസഭയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. അതിനെ ആവർത്തി ന്യായീകരിക്കുന്ന തരത്തിലുള്ള നിലപാട് നമ്മൾ കണ്ടതാണ്. സാധാരണ നമ്മൾ കോമൺ ആയി പറയുന്ന അല്ലെങ്കിൽ നാട്ടുവർത്തമാനം പറഞ്ഞതാണ് എന്ന് പോലും പറഞ്ഞ ആളുകൾ സഭയിൽ അത് പറഞ്ഞ് ന്യായീകരിച്ചവരുണ്ട്. അന്നത്തെ പ്രതിപക്ഷ നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒരു പ്രസ്താവന ഉണ്ടാകും, അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് സ്പീക്കറും
മറ്റാളുകളും പറയുമ്പോൾ അടുത്ത ദിവസം വന്ന് മാപ്പ് പറയാൻ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് ഞാൻ പറഞ്ഞത് തെറ്റാണ്, സഭാ രേഖകളിൽ നിന്ന് അത് മാറ്റണമെന്ന് പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ്. ആ സർക്കാർ അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിരുന്ന പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ഏറ്റവും നന്നായി തന്നെ കാര്യങ്ങൾ എന്ന് വെച്ച് തെറ്റ് ഞങ്ങൾ എപ്പോഴും മാപ്പ് പറയുന്നുണ്ട്, അതുകൊണ്ട് തെറ്റ് ആവർത്തിക്കാം എന്നുള്ളതല്ല, പക്ഷെ തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാനും തിരുത്താനുമുള്ള മനസ്സ് സർക്കാരിനുണ്ട്. ഈ മനസ്സോടുകൂടി തന്നെയാണ് 5 വർഷവും മുന്നോട്ട് പോകേണ്ടത്. ഇത് ആദ്യത്തെ അല്ലെങ്കിൽ അധികാരത്തിൽ വന്നതിന്റെ ഒരു ആവേശമാകാതിരുന്നാൽ സംസ്ഥാനത്തിന് ഏറ്റവും നല്ലത്.